ഷെഫിൻ എന്നൊരു വാക്ക്, ഒരു പേര്, വാക്കല്ല ഒരു പേര്, മനസ്സിൽ വളരെയേറെ തട്ടി നിൽക്കുന്നൊരു പേരാണ്. അത്ഭുതകരമായിട്ടൊരു തോന്നലുണ്ടാക്കിയ ഒരു പേരാണ്. നിങ്ങൾ കോഴിക്കോട് സാമൂതിരിയുടെ സ്കൂളിൽ രേവതി പട്ടത്താനം കഴിഞ്ഞ് ഞങ്ങൾ രാത്രി വളരെ 2-3 പ്രഭാഷണവും കൂടി കഴിഞ്ഞ് കുന്നമംഗലത്തെ പ്രഭാഷണമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഭക്ഷണം കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഹോട്ടലൊന്നും കണ്ടില്ല. പെട്ടെന്നാണ് ഒരു ഹൈ ക്വാളിറ്റി വെജിറ്റേറിയൻ ഹോട്ടലിൽ ഞങ്ങൾ കയറിയത്. രാത്രി ഏതാണ്ട് 9 മണിയായി. അകത്ത് കയറിയ ഉടനെ തന്നെ എന്നിട്ട് നല്ല കോളേജ് സ്റ്റുഡൻസിൻ്റെ നല്ല കുലീനതയുള്ളൊരു പയ്യൻ വന്നു. എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ഞങ്ങൾ 4 പേരും 5 പേരും മസാല ദോശ പറഞ്ഞു. അദ്ദേഹം അത് പെട്ടെന്ന് കൊണ്ടുവന്ന് നമ്മുടെ മുമ്പിൽ കൊണ്ടുവച്ചു. ഒരു സപ്ലയറുടെ പ്രൊഫഷണൽ ക്വാളിറ്റി ഒന്നുമില്ല, വലിയതായിട്ട് വാറ്റിയില്ല, വളരെ പൊളൈറ്റ്നെസ് ഒന്നുമില്ല, വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് കട്ട് ത്രോട്ടായിട്ട് വെച്ച മാതിരി, എന്നാൽ ഒരിക്കലും നെഗറ്റീവ് ഒട്ടുമില്ല. അപ്പം അതെല്ലാം കഴിഞ്ഞ് വെച്ചപ്പോഴത്തേക്കും നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് അയാൾക്ക് ഒരു ടിപ്പ് കൊടുക്കാൻ നോക്കിയപ്പോൾ അയാളില്ല അവിടെ. അപ്പം ഞാൻ മറ്റേ സപ്ലയറോട് ചോദിച്ചു, ഞങ്ങൾ ചോദിച്ചു, ആ പയ്യനെ എവിടെ പോയി ചോദിച്ചു. അയാൾ വീട്ടിൽ പോയി സാറേ എന്ന് ചോദിച്ചു. അയാൾ യഥാർത്ഥത്തിൽ ഇവിടുത്തെ സപ്ലയർ ആണെന്ന് ചോദിച്ചു. അല്ല, ആഴ്ചയിൽ വൈകുന്നേരം 5 ദിവസം വൈകുന്നേരം 6 മണി തൊട്ട് 9-9:30 മണി വരെ അയാൾ ഇവിടെ സപ്ലൈക്ക് വരും. അയാൾക്ക് കുറച്ച് എമൗണ്ട് ഇവിടുത്തെ ഓണർ കൊടുക്കും. അയാൾ വളരെ റിച്ച് ആയിട്ടുള്ള ഫാമിലിയിലുള്ള ആളാണ് സാർ. ഷെഫിൻ എന്നാ പേര്. അയാളുടെ വീട്ടിൽ 2 കാറുണ്ട്. അച്ഛനും അമ്മയൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവരാണ്, വളരെ സീനിയർ ആയിട്ടുള്ളവരാണ്, വളരെ റിച്ച് ആയിട്ടുള്ള ഫാമിലിയിലാണ്. ഇപ്പോൾ ഇയാൾ എന്തിനും സപ്ലൈക്ക് വരുന്നത്? അച്ഛനും അമ്മയും അയാൾക്ക് അങ്ങനെ ഒരു ട്രെയിനിങ് കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. അയാൾക്കിത് ഇഷ്ടമാണ്. അയാൾക്ക് കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് അയാൾക്ക് അയാളുടെ കോളേജിൽ ഫീസൊക്കെ കൊടുക്കാൻ അത് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇവിടെ വന്നതിന് ശേഷം അയാൾ നല്ല മാറ്റമുണ്ട് സാറ്. വരുന്നവർ അയാൾ കുറച്ച് അഹങ്കാരമൊക്കെ ഉണ്ടായിരുന്നു, ധാർഷ്ട്യത്തോടു കൂടിയൊക്കെ സംസാരിച്ചിരുന്നു. പക്ഷേ ഈ സപ്ലയറായിട്ടൊക്കെ വന്നിരുന്ന് പലരും വെള്ളം കൊണ്ടുവരാൻ പറയും, അത് കൊണ്ടുവരാൻ പറയും, ഇത് കൊണ്ടുവരാൻ പറയുമ്പോൾ അനുസരിച്ചല്ലേ പറ്റുള്ളൂ. ഒരു സപ്ലയറായിരിക്കുമ്പോഴത്തേക്ക് എനിക്ക് പറ്റില്ല എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. റിച്ച് ആയിട്ടുള്ള ഫാമിലി, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പാരൻസ്, വളരെ നല്ല ബാക്ക്ഗ്രൗണ്ട്, ഒരു സുപ്രഭാതത്തിൽ പണക്കാരനായ പാർട്ടിയല്ല, നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ട് പണക്കാരനായ പാർട്ടിയുടെ വീട്ടിലുള്ള ആളാണെന്ന് പറഞ്ഞു. ഈ ഷെഫിൻ്റെ ആ വർക്ക് ചെയ്യാനുള്ള ട്രെൻഡ് അത് കേരള ജനതയ്ക്ക് ഉണ്ടാവണം, കേരളത്തിലെ യുവാക്കൾക്ക് ഉണ്ടാവണം. അത് നിങ്ങളോട് പറയാൻ എനിക്ക് അവകാശമുണ്ട്. നമ്മുടെ മക്കളെ ചെറിയ കടകളിൽ നിർത്തുക, പൈസയൊന്നും വേണ്ട, അവർ പഠിക്കട്ടെ പലതും. പച്ചക്കറി കടയിലോ പലവ്യഞ്ജന കടയിലോ പാല് കച്ചവടം നടത്തുന്ന സ്ഥലത്തോ എവിടെയെങ്കിലൊക്കെ ഈ സമ്മർ വെക്കേഷന് 1 മാസമെങ്കിലും എല്ലാ വർഷവും ആ കച്ചവടം നടത്താനുള്ള ട്രെൻഡ്, അല്ലെങ്കിൽ ഏതെങ്കിലും ചാരിറ്റബിൾ ട്രസ്റ്റിൽ, അല്ലെങ്കിൽ ഒരു അമ്പലത്തിൽ വർക്ക് ചെയ്യാനുള്ളത്. അത് അമ്പലം വർക്ക് ചെയ്യുന്ന സമയത്ത് സപ്താഹം വായിക്കുമ്പോൾ 7 ദിവസം മക്കളെ അവിടെ വിടുക. ഫുൾ ടൈം അല്ല, സഹായിക്കാനും ബാക്കിയുള്ളതിനെല്ലാം. പുസ്തകത്തിൽ നിന്ന് പഠിക്കുന്നതിനേക്കാൾ ഏറെ നേരിട്ട് പഠിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഷെഫിൻ്റെ എക്സാമ്പിൾ കുറച്ച് ദിവസം മുമ്പ് സംഭവിച്ചതാണ്, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതാണ്. പക്ഷെ എനിക്കത് തോന്നിയ അയാളുടെ പെരുമാറ്റം. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചിരുന്നു, ഇങ്ങനെ കുറേ പേര് വർക്ക് ചെയ്യുന്നുണ്ടോ? ധാരാളം പേര് ഇപ്പോൾ വരുന്നുണ്ട് സാറേ, മാറി 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 വരുന്നുണ്ട്. വർക്കിംഗ് പീരീഡിൽ സമ്മർ വെക്കേഷൻ വരുന്നുണ്ട്, ഓണം വെക്കേഷൻ വരുന്നുണ്ട്, ക്രിസ്മസ് വെക്കേഷൻ വരുന്നുണ്ട്, വെക്കേഷൻ ഇല്ലാ സമയത്തും വരുന്നുണ്ട്. ഒരു 2 മാസം പൈസയ്ക്ക് ആവശ്യം വരുമ്പോൾ ഇവർ ഓണറെ വന്ന് കാണും, നിന്നോളാൻ അദ്ദേഹം പറയും. ആ പൈസയുടെ ആവശ്യം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ പൊക്കോട്ടെ എന്ന് ചോദിക്കും. അവർ ആ പൈസയുടെ ആവശ്യത്തിനുള്ള പൈസ കിട്ടിക്കഴിഞ്ഞാൽ അവർ പോവും, പിന്നെയും ഇടയ്ക്ക് വരും. പക്ഷേ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പരിപാടിയാണ്, അല്ലാണ്ട് വെറുതെ വന്ന് തോന്നിയ മാതിരി വരെ തോന്നിയ മാതിരി പോവുകയല്ല. ഇങ്ങനെ ഒരു ട്രെൻഡ് നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കണ്ടേ? നമ്മൾ വിദ്യാർത്ഥികൾ ചൂട് എന്താണെന്നറിയണം, തണുപ്പ് എന്താണെന്നറിയണം, മഴ എന്താണെന്നറിയണം, വേദന എന്താണെന്നറിയണം, വിശപ്പ് എന്താണെന്നറിയണം. മറ്റൊരുവൻ്റെ കീഴിൽ ഓർഡർ കിട്ടുമ്പോഴത്തേക്കും അനുസരിക്കാൻ പഠിക്കണം. അവർ പറയുന്നത് അനുസരിച്ച് തന്നെ പെരുമാറാൻ പഠിക്കണം. അവരുടെ മുമ്പിൽ ചെന്ന് നിൽക്കാൻ പഠിക്കണം, അവരോട് സംസാരിക്കാൻ പഠിക്കണം, അവരോട് പെരുമാറാൻ പഠിക്കണം, അവരുടെ മുമ്പിൽ ഫേഷ്യൽ എക്സ്പ്രഷൻ എങ്ങനെ വെക്കണം എന്നറിയണം, ബോഡി ലാംഗ്വേജ് കൊടുക്കാനുള്ള പൊളൈറ്റ്നെസ്. തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്ന് ഫയറിങ് കിട്ടുമ്പോഴത്തേക്കും കുറേ മാറ്റാനൊക്കെയുള്ള ഇതൊക്കെ പുസ്തകം വായിച്ച് ഞാൻ കിട്ടുമോ? ഇല്ലല്ലോ. പ്രാക്ടിക്കൽ നോളജ്, എക്സ്പീരിയൻഷ്യൽ നോളജ്. അപ്പം ഷെഫിൻ എന്ന് പറയുന്ന ആ പയ്യൻ്റെ ഒരു തറവാടിത്തമുള്ള കുടുംബത്തിൽ ജനിച്ച് വളർന്ന കോഴിക്കോട്ടെ ആ വ്യക്തിയുടെ പെരുമാറ്റം, വാക്കുകൾ
അയാൾ ഓവർ പൊളൈറ്റ് ഒന്നും അല്ല കേട്ടോ. അയാൾ ശരിക്കും ഒരു റിച്ച് ഫാമിലിയിലല്ല, കൾച്ചറും അയാൾക്കുണ്ട്, പക്ഷേ വളരെ സ്റ്റാൻഡേർഡാണ്. അതുകൊണ്ട് ഓവർ പൊളൈറ്റ് ആവണമെന്നല്ല, ഓവർ സിമ്പിളും ആവേണ്ട. ആ ഡിഗ്നിറ്റി, മലയാളത്തിൽ ഡിഗ്നിക്കുറ്റി, ആ ഡിഗ്നിറ്റി വെച്ചുകൊണ്ട് നമുക്ക് നിൽക്കാൻ പഠിക്കുകയും വേണം, പെരുമാറാൻ പഠിക്കുകയും വേണം. നമ്മുടെ എല്ലാ വിദ്യാർത്ഥികൾക്കും എവിടെയെങ്കിലൊക്കെ അവർ കുറേ കാര്യങ്ങൾ ചെയ്യണം. ഹോസ്പിറ്റലുകളിലും മറ്റും പോകുമ്പോഴത്തേക്കും ശ്രദ്ധിക്കണം. പക്ഷേ വൃദ്ധസദനത്തിൽ പോകാം, അതുപോലെ തന്നെ അനാഥാലയങ്ങളിൽ പോവാം. ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്തൊക്കെ കുട്ടികൾ കുറേ ദിവസങ്ങൾ ഒരുമിച്ചിരിക്കുകയോ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്താൽ ഇന്ന് ഒക്കെ ദേശവും കാലവും അനുസരിച്ചിട്ട് കുട്ടികൾക്ക് യോജിക്കുന്ന വിധത്തിൽ അവരുടെ താല്പര്യവും കൂടി ചേർത്ത്, ഇത് വെസ്റ്റിൽ വളരെ കോമൺ ആയിട്ടുള്ളതാണ്, നമുക്കും അതുണ്ടാവാൻ സാധിക്കട്ടെ. നല്ല മാറ്റങ്ങൾ. ഇപ്പോൾ ഉബർ എന്ന് പറയുന്ന സിസ്റ്റത്തിൽ തിരുവനന്തപുരത്ത് എന്താ മാറ്റം! ഒരു ബൈക്ക് എടുത്തുകൊണ്ട് 1000-1200 രൂപ ഒരു മാസത്തിൽ ഒരു ദിവസം അവരുണ്ടാക്കുന്നുണ്ട്. ഉബറിലെ ഫുഡിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകാം, മൊബൈൽ ഫോൺ വെച്ചിട്ട് ലൊക്കേഷനും ബാക്കിയുള്ളതൊക്കെ എടുക്കാം. അത് എത്ര താല്പര്യത്തോടു കൂടി ആ ബൈക്കും ഒരു ബാഗും ഒക്കെ വെച്ചുകൊണ്ട് ഇഡ്ഡലിയും സാമ്പാറും എല്ലാം, ഏറ്റവും കൂടുതൽ ചിലവാകുന്നത് ഇഡ്ഡലിയാണ് അത്രയും. അപ്പോൾ പോഷ് വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ബിരിയാണി, മട്ടൺ ബിരിയാണി, ബീഫ് കറി അതൊന്നുമല്ല, ഇഡ്ഡലി സാമ്പാറൊക്കെ തന്നെയാണ് അവർ വാങ്ങിക്കുന്നത്. അപ്പോൾ ഡൗൺ ടു എർത്ത് അപ് ടു ദ സ്കൈ ആയിട്ട് പ്രവർത്തിക്കാൻ നല്ല യുവാക്കളും യുവതികളും മുമ്പോട്ട് വരുന്ന കാഴ്ച ടച്ചിങ് ആണ്. സത്യത്തിൽ വർക്കിൻ്റെ മഹത്വം, വർക്ക് ഈസ് വർഷിപ്പ്, അതിൻ്റെ മഹത്വം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം.